ഹായ് മക്കളെ, SLC പരീക്ഷയ്ക്ക് അടുത്ത് വരെയല്ലേ? എല്ലാവരും റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വർഷത്തെ SLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഫിസിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവെ കുട്ടികളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്നാണ്. പക്ഷേ റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് സ്റ്റഡി മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സബ്ജക്റ്റിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചോദ്യപേപ്പർ പാറ്റേണിലേക്ക് ഒന്ന് നോക്കാം. ആകെ 40 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫിസിക്സിൻ്റേത്. ഇതിൽ ആകെ നൽകിയിരിക്കുന്ന സമയത്തിൻ്റെ തുടക്കത്തിലെ 15 മിനിറ്റ് നമ്മൾ കൂൾ ഓഫ് ടൈം ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. കൂൾ ഓഫ് ടൈം സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുകയും ഏതൊക്കെ ചോദ്യത്തിനാണ് ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നും തീരുമാനിക്കേണ്ട സമയമാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ആകെ 4 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. അതിൽ 4 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നൽകിയിട്ടുണ്ടാവുക. അതിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നൽകിയിട്ടുണ്ടാവുക. അതിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സെക്ഷൻ ഡി, അതിൽ 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. അതിലും ഏറ്റവും നന്നായി അറിയുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ വർഷം ആകെ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ ചാപ്റ്ററാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ പ്രധാനമായും 2 എഫക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും രണ്ടാമത്തത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ടത് ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോയുടെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് പഠിക്കേണ്ടത് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലലാണ് പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്. ഇതിലും പ്രോബ്ലംസ് ആണ് ചോദിക്കാൻ കൂടുതൽ സാധ്യത. പിന്നീട് പഠിക്കേണ്ടത് ഇലക്ട്രിക് പവറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇലക്ട്രിക് പവറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും സാധാരണയായി ചോദിച്ചു വരാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ പ്രധാനമായും 2 ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. ഒന്ന് ഇൻകാൻഡസെന്റ് ലാമ്പും രണ്ടാമത്തത് LED-യും. ഇൻകാൻഡസെന്റ് ലാമ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സാധാരണയായി ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നാം ഈ വർഷം എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിലാദ്യം തന്നെ പഠിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ആ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂളും കുട്ടികൾ എന്തായാലും പഠിച്ചിരിക്കണം. റൂളാണ് റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട്. സോളിനോയിഡ് ക്യാരിയിങ് കറണ്ട് ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുമെന്നുള്ള ടോപ്പിക്കും കുട്ടികൾ എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ടോപ്പിക്കാണ്. അതായത് യു ഷേപ്പ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു ആക്ടിവിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും കുട്ടികൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോട്ടറുമായി ബന്ധപ്പെട്ടതാണ്. മോട്ടറിൻ്റെ വർക്കിങ്ങോ പ്രിൻസിപ്പിളോ ഒക്കെ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വർഷം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായും 2 ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പിന്നീട് പഠിക്കേണ്ടത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എല്ലാം തന്നെ കുട്ടികൾ എന്തായാലും ഹൃദയസ്ഥമാക്കിയിരിക്കണം. പിന്നീട് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സെയിം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വർക്കിംഗ് ഓഫ് ഫ്യൂസ് വയർ, വർക്കിംഗ് ഓഫ് എർത്ത് വയർ, ഈ 2 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങളാണ്. ഇതെന്തായാലും കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ടത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. അതിൽ തന്നെ എല്ലാ മിറേഴ്സും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുമെന്ന് പറയുന്ന പോയിന്റും എല്ലാ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം. പിന്നീട് പറയുകയാണെങ്കിൽ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ, യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്നിവയൊക്കെ തന്നെ റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ റേ ഡയഗ്രാം ഡ്രോ ചെയ്യാനും പരീക്ഷയ്ക്ക്
റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 5ാമത്തെ ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നമ്മൾ പഠിക്കേണ്ടത് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോ തന്നെയാണ് ആദ്യം തന്നെ പഠിക്കേണ്ടത്. 2 ലോസ് ഉണ്ട്. ആ 2 ലോസും കുട്ടികൾ ഹൃദയസ്ഥമാക്കിയിരിക്കണം. പിന്നീട് അതിൽ പഠിക്കേണ്ടത് കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട റേ ഡയഗ്രവും ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. റേ ഡയഗ്രം വരയ്ക്കാനും മിററും ലെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനും കുട്ടികൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഒപ്റ്റിക് ഫൈബർ ആണ്. ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്ന ടോപ്പിക്ക് ആക്ച്വലി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇതും തുടർച്ചയായി പരീക്ഷയ്ക്ക് കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ്. പിന്നീട് പറയുകയാണെങ്കിൽ പവർ ഓഫ് ലെൻസിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പവർ ഓഫ് ലെൻസിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് സാധാരണയായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അടുത്ത ചാപ്റ്ററാണ് വിഷൻ ആൻഡ് കളർഫുൾ വേൾഡ്. വിഷൻ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹ്യൂമൺ ഐ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി കണ്ടുവരാറ്. ഹ്യൂമൺ ഐയുടെ റേഞ്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ ഹ്യൂമൺ ഐയിൽ വരാൻ സാധ്യതയുള്ള ഡിഫക്റ്റുകൾ ഏതൊക്കെയാണെന്നും നന്നായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം. കൂടാതെ റെയിൻബോ ഫോർമേഷൻ, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കൂടാതെ സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കളർ ഓഫ് സ്കൈ ബ്ലൂ, എന്തുകൊണ്ടാണ് കളർ ഓഫ് സ്കൈ ബ്ലൂ ആയിരിക്കുന്നത്, അതുപോലെ തന്നെ ഡേഞ്ചർ സിഗ്നൽസ് എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിലിരിക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുട്ടികൾ എന്തായാലും പഠിച്ചിരിക്കണം. കൂടാതെ ടിൻഡാൽ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് ഏത് ഫിനോമിനയുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ ആണെന്നാണ് കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ടിൻഡാൽ എഫക്റ്റിൻ്റെ എക്സാമ്പിൾസ് പ്രധാനമായും കുട്ടികൾ പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ ചാപ്റ്ററാണ് എനർജി മാനേജ്മെൻറ്റ്. എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായും കുട്ടികൾ പഠിക്കേണ്ടത് സോഴ്സസ് ഓഫ് എനർജി, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി ഏതൊക്കെയാണെന്ന് കുട്ടികൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് പഠിക്കേണ്ടത് വർക്കിംഗ് ഓഫ് ഡിഫറെൻറ്റ് എനർജി പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്, അതും കുട്ടികൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നീട് പഠിക്കേണ്ടത് വാട്ട് ആർ ദ ക്രൈസിസ് റിലേറ്റഡ് ടു എനർജി മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ നന്നായി പഠിച്ച് ഇരിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നാം ഈ വർഷം എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇനി എക്സാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യത്തേത്, ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇനി അഥവാ ഡയഗ്രമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ അത് നന്നായി നീറ്റായിട്ട് വരച്ച് വേണം ആൻസർ ചെയ്യാൻ. കൂടാതെ അതിലെ കമ്പോണൻസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുകയും വേണം. റേ ഡയഗ്രംസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റേ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. കൂടാതെ ഒബ്ജക്ട്സ് ഏതാണെന്നും ഇമേജ് ഏതാണെന്നും മാർക്ക് ചെയ്തിരിക്കണം. ഇനി പ്രോബ്ലമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇക്വേഷൻസ് എഴുതിയതിന് ശേഷം മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. കൂടാതെ മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ ഉത്തരം കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ അടങ്ങുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വർഷം എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.